നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. സ്കൂൾ ബസ് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു കയറി അപകടം. ചെറുവാൾ പാഴായി റോഡിൽ തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. എതിർവശത്തു നിന്നും അമിത വേഗതയിലെത്തിയ ബസ്സിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ഒതുക്കിയപ്പോൾ നിയന്ത്രണം വിട്ട് സമീപത്തെ വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിൽ കുട്ടികൾ ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തിൽ വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞ് ബസ്സിന് മുകളിൽ പതിച്ചു. തുടർന്ന് ഭാഗികമായി ഗതാഗത തടസ്സം നേരിട്ടു. KSEB അധികൃതർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിൽ പോകുന്ന ബസ്സുകൾ വഴിതിരിച്ച് പാഴായി വഴിക്കാണ് പോകുന്നത്. ഈ റൂട്ടിലെ അമിത വേഗതയ്ക്കെതിരെ നാട്ടുകാരും രംഗത്ത് വന്നിരുന്നു. പുതുക്കാട് ദേശീയപാതയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനട യാത്രികൻ മരിച്ചു. പുതുക്കാട് ചാക്കോച്ചിറ സ്വദേശി കുറുമാലി കരുവാൻ വീട്ടിൽ 54 വയസ്സുള്ള രാജനാണ് മരിച്ചത്. കഴിഞ്ഞ 14 രാവിലെ 5:30 അപകടം. ചെങ്ങാലൂർ റോഡിൽ നിന്നും ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനായ രാജൻ ജോലിക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റ ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രി മരിച്ചു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് നടക്കും. ഭാര്യ വസന്തി, ശരണരാജ് മകനാണ്. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. തിങ്കളാഴ്ച രാവിലെ 7:30 സംഭവം. സ്റ്റാൻഡിൽ ഒരു വശത്ത് നിർത്തിയിട്ടിരുന്ന 2 ഓർഡിനറി ബസ്സിലേക്കാണ് മരം വീണത്. സ്റ്റാൻഡിന്റെ കോമ്പൗണ്ടിൽ നിന്ന മല്ലിമരത്തിന്റെ ഒരു ഭാഗം ബസ്സുകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം സർവീസ് നടത്തിയ ശേഷം നിർത്തിയിട്ട ബസ്സുകളായിരുന്നു ഇവ. ഈ സമയത്ത് യാത്രക്കാരും ജീവനക്കാരും ഇല്ലാതിരുന്നത് അപകടം ഒഴിവായി. പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ച് കുതിപ്പ് തുടരുന്നു. ഗ്രാമിന് 40 രൂപ കൂടി 10,320 രൂപയായി. പവന് 320 രൂപ കൂടി 82,560 രൂപയായി. ആഗോള വിപണിയിലും സ്വർണ്ണവില കുതിക്കുകയാണ്. ഈ മാസം 1 മുതൽ ഇന്നുവരെ പവന് 4,920 രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. അതേസമയം പുതിയ GST നിരക്കുകൾ നടപ്പിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ദിനം ഓഹരി വിപണിയിൽ ഇടിവ് നേരിട്ടു. സെൻസെക്സ് തുടക്കത്തിൽ 387 പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റി 106 പോയിന്റും ഇടിഞ്ഞു. എന്നാൽ പിന്നീട് വിപണി കരകയറി. നിഫ്റ്റിയിൽ IT ഓഹരികൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിടുന്നത്. TCS, ഇൻഫോസിസ്, വിപ്രോ, HCL കമ്പനികളിൽ കടുത്ത വിൽപ്പന സമ്മർദ്ദം നേരിടുന്നുണ്ട്. തൃക്കൂർ പഞ്ചായത്ത് കേരളോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം മോഹനൻ തൊഴുക്കാട്ട് അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷരായ ജിഷ ഡേവിസ്, സലീഷ് ചെമ്പാറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനോക്കാരൻ, പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. പാലിയക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വീണ്ടും നീട്ടി ഹൈക്കോടതി. ആദ്യം റോഡ് നന്നാക്കിയിട്ട് വരൂ, എന്നിട്ട് ടോൾ പിരിക്കാം എന്നായിരുന്നു കോടതിയുടെ പരാമർശം. ഒരാഴ്ച മുൻപ് നിർമ്മിച്ച മുരിങ്ങൂർ സർവീസ് റോഡ് ഞായറാഴ്ച തകർന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ പരാമർശം. ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ അനുവദിക്കാനിരിക്കെയാണ് റോഡ് തകർന്നത്. ഇതോടെ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് കോടതി നീട്ടുകയായിരുന്നു. വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. പൊതുജനം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്.
കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,320 രൂപയും പവന് 82,560 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ കാങ്കിൽ മോഹനൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.